അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. എല്ലാവരും യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടൂസ്, അതായത് എൻ്റെ അണ്ണാൻകുഞ്ഞിൻ്റെ വീഡിയോ എവിടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പം അണ്ണാൻകുഞ്ഞിൻ്റെ പാർട്ട് 5 വീഡിയോ നമ്മുടെ സെക്കൻഡ് ചാനലായ ഗൗതം ആർജയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം കുട്ടൂസിൻ്റെ ചോദിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിൽ കയറി കാണാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പം നിങ്ങൾ ആ ഒരു ചാനൽ സെർച്ച് ചെയ്തൊന്നും ബുദ്ധിമുട്ടണ്ട. താഴെ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി, ഉടനെ തന്നെ ആ ഒരു ചാനലിൽ പോകും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു ചാനലും ആ ഒരു ചാനലും. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറയുമ്പം ഒസാക്കയുടെ 10 ഇഞ്ചിൻ്റെ റിംഗ് ലൈറ്റിൻ്റെ ഒരു റിവ്യൂ ആണ്. അപ്പം ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ മേളിൽ ഐ ബട്ടണിലോ ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു ഒസാക്കയുടെ ഒരു 10 ഇഞ്ചിൻ്റെ റിംഗ് ലൈറ്റാണ്, ബഡ്ജറ്റ് റിംഗ് ലൈറ്റാണ്. ഇതാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അൺബോക്സിങ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു, ഇനി റിവ്യൂ ആണ്. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾ വാങ്ങുന്നോ, ഇതിൻ്റെ നല്ലത് പോരായ്മകളും എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് എന്തോന്നൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനൊരു ബോക്സ്, നല്ലൊരു വൈറ്റ് ബോക്സിലാണ് നമ്മുടെ ഈ ഒരു ഒസാക്കയുടെ റിംഗ് ലൈറ്റ് വരുന്നത്. ഇവിടെ നമുക്ക് ഒസാക്ക എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബ്രാൻഡിങ് കാണാൻ പറ്റും. ഇത് ഇന്ത്യൻ കമ്പനിയാണ്. നമ്മൾ വേറെ ചൈനീസ് കമ്പനിയിലോട്ട് പോവേണ്ട ഒരു ആവശ്യമില്ല. ഇത് ഇന്ത്യൻ കമ്പനിയാണ്. ഇവിടെ നമുക്ക് അതിൻ്റെ ലോഗോയും ബാക്കി കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു ഇന്ത്യൻ കമ്പനി ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റി നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിനകത്ത് കിട്ടും. അപ്പോൾ ഇതിൻ്റെ പേരും ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് പറയുമ്പോൾ റിംഗ് ലൈറ്റ് 10 ഇഞ്ചിൻ്റെ ഒരു റിംഗ് ലൈറ്റാണിത്. ഡ്യൂറബിൾ, മൾട്ടിപ്പിൾ യൂസേജ്, ഹൈ CRI ഫോർ ട്രൂ കളേഴ്സ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ സ്പെസിഫിക്കേഷനാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ, നമ്മളിത് പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ ഒരു കളർ ടെമ്പറേച്ചറാണ്. 3400 കെൽവിൻ തൊട്ട് 5600 കെൽവിൻ വരെ നമുക്ക് ഈ ഒരു റിംഗ് ലൈറ്റിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് വാം ലൈറ്റും കൂൾ ലൈറ്റും ആയിട്ട് നമുക്കിത് ഒരു പ്രൊഡക്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ ബാക്കി കാര്യങ്ങൾ. പിന്നെ ഇത് നമുക്ക് മൊബൈലിലും യൂസ് ചെയ്യാം, DSLR ക്യാമറയ്ക്കും വേണ്ടി യൂസ് ചെയ്യാം. അപ്പം മൊബൈലും DSLR ക്യാമറ രണ്ടിനും വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും യൂസ് ചെയ്യാം. ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇവർ യൂസ് ചെയ്യുന്ന എങ്ങനെയൊക്കെയാണെന്നുള്ള ഒരു ഫോട്ടോസൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. DSLR ഒക്കെ നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റും. എന്തായാലും നമുക്ക് വെച്ച് നോക്കണം DSLR എങ്ങനെയാണെന്ന്. അപ്പം ഇവിടെ ബാക്കിലായിട്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ ഇവർക്ക് 2 വേരിയൻ്റാണ് വരുന്നത്. 15 വാട്ട്സിൻ്റെ റിംഗ് ലൈറ്റും ഉണ്ട്, 25 വാട്ട്സിൻ്റെ ഉണ്ട്. നമുക്ക് വന്നിരിക്കുന്നത് 15 വാട്ട്സിൻ്റെ റിംഗ് ലൈറ്റാണ്. ഇവിടെ ടിക്കറ്റ് ഇട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഒരു 15 വാട്ട്സ് ഡിമ്മബിളാണ്. അപ്പോൾ 15 വാട്ട്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പവർ തന്നെയാണ് വരുന്നത്. ഇവിടെ നമ്മുടെ ബ്രാൻഡിങ് ബാക്കിയൊന്നുമില്ല. സൈഡിലായിട്ട് ഇതിൻ്റെ MRP. ഓക്കെ, ഇതിൻ്റെ ആ ഒരു മാനുഫാക്ചറിങ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇന്ത്യൻ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അത് നല്ല ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. വേറെ ചൈനീസ് കമ്പനിയെ ചൈനീസ് കമ്പനി നമുക്ക് എപ്പോഴും അറിയാമല്ലോ എന്ത് കാരണമാണ് നമ്മളത് റിജക്റ്റ് ചെയ്യുന്നതെന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇത് ഇന്ത്യൻ പ്രൊഡക്റ്റാണ്. സോ നമുക്കതൊന്ന് തുറന്നു നോക്കാം എന്തൊക്കെയാണ് ആ പ്രൊഡക്റ്റിനകത്തുള്ളതെന്ന്. ഓക്കെ, ആദ്യം തന്നെ കിട്ടുന്ന നമ്മുടെ റിംഗ് ലൈറ്റും ബാക്കി അക്സസറീസുമാണ്. അപ്പോൾ ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്ന ഇതെന്ന് പറയുമ്പം വാറണ്ടി കാർഡാണ്. ഓക്കെ, ഇതിൻ്റെ വാറണ്ടി കാർഡാണ്. ഒസാക്ക എന്ന് എഴുതിയിട്ടുള്ള വാറണ്ടി കാർഡാണ്. ഇതിൻ്റെ യൂസർ മാനുവൽ പ്ലസ് വാറണ്ടി കാർഡാണ്. ഇതെങ്ങനെ രീതിയിലൊക്കെ വെക്കാമെന്നുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഉള്ള വാറണ്ടി കാർഡാണ്. അപ്പം ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 6 മാസം വാറണ്ടി വരുന്നുണ്ട്. അപ്പോൾ വാറണ്ടി എങ്ങനെ ക്ലെയിം ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ കേരളത്തിൽ നമുക്ക് ഓഫീസൊന്നുമില്ല, ഇവരുടെ ഓഫീസൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു മെയിലും നമ്പറും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു മെയിലും നമ്പറും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിങ്ങൾ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി. ആദ്യം നമുക്ക് ആമസോണിൽ നിന്നാണ് ഇത് പർച്ചേസ് ചെയ്യേണ്ടത്. ആമസോണിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബില്ല് അവർക്ക് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്താൽ മതി. വാറണ്ടി രജിസ്റ്റർ ആവും. രജിസ്റ്റർ ആയി കഴിഞ്ഞത് കേടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 മാസത്തിനുള്ളിൽ അവർ തന്നെ കൊറിയർ അറേഞ്ച് ചെയ്ത് തരും. അവർ വന്ന് എടുത്തിട്ട് പുതിയ സാധനം അവർ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ അതിനുള്ള വാറണ്ടി കാർഡും ബാക്കി കാര്യങ്ങളുമാണ്. ഓക്കെ, അതാ ഈ ഒരു വാട്സപ്പ് നമ്പറിലാണ് നിങ്ങൾ വിളിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഈ ഒരു നമ്പറിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ ആദ്യം കിട്ടുന്നതെന്ന് പറയുമ്പോൾ ഒരു മൗണ്ടാണ്. ഇതിൻ്റെ ഒരു മൗണ്ടാണ്, നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊരു ഫോൺ ഹോൾഡറാണ്. അതായത് മൊബൈൽ വീഡിയോസ് എടുക്കുന്നവർക്ക് ഉപകാരം വരുന്ന ഒരു ഫോൺ ഹോൾഡറാണ്. കണ്ടോ, ഫോൺ ഇങ്ങനെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ഹോൾഡറാണ്. ഇവിടെ അത്യാവശ്യം സ്പോഞ്ചൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മുടെ ഫോണിനൊന്നും പറ്റുമെന്നുള്ള പേടി വേണ്ട. ഇവിടെ നമുക്ക് ആ ഒരു സ്ക്രൂ കാണാൻ പറ്റും.
ഇത് ഫോൺ ഹോൾഡറാണ്. നമുക്ക് താഴെ കൂടെ ആ ഒരു സ്ക്രൂ ഇട്ട് വയ്ക്കാൻ പറ്റും. ഇതാണ് ഫസ്റ്റ് അക്സസറി അതിൻ്റെ കൂടെ വരുന്നത്. രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ DSLR വയ്ക്കാനുള്ളതാണ്. ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. DSLR വയ്ക്കാനുള്ളതാണ്. അത് നല്ല ഈ ഒരു DSLRൻ്റെ ആ ഒരു മൗണ്ട് ഉണ്ടല്ലോ, ആ ഒരു മൗണ്ട് ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കറക്കി കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും DSLR ഫിറ്റ് ആയിട്ടിരുന്നോളും. നമുക്ക് ഏത് ഡിറക്ഷനിൽ വേണമെങ്കിലും ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഏതൊരു ഡിറക്ഷനിൽ വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ആ ഒരു റിംഗ് ലൈറ്റിൻ്റെ അകത്ത് വെക്കാനുള്ളതാണ്. അകത്തിങ്ങനെ DSLR മൗണ്ട് ചെയ്യാനുള്ളതാണ്. ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതും എന്തോ DSLRൻ്റെ എന്തോ ഇത് അതുപോലത്തെ ആണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണെന്ന് തോന്നുന്നു. എവിടെ നിന്നാണോ DSLR വയ്ക്കാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ പ്രൊഡക്റ്റിലോട്ട് നോക്കാം. നമ്മുടെ റിംഗ് ലൈറ്റ്. ഇതാണ് നമ്മുടെ റിംഗ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു റിംഗ് ലൈറ്റിൽ നമുക്ക് USB ആണ് വരുന്നത്. USB വഴിയാണ് പവർ കൊടുക്കുന്നത്. ഇവിടുന്ന് നമുക്ക് കറണ്ട് ഇങ്ങനെ കുത്തിക്കൊണ്ട് അടക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് ഒരു പവർ ബാങ്ക് ഉണ്ടെങ്കിൽ ഇത് പ്രവർത്തിപ്പിക്കാൻ പറ്റും. റിംഗ് ലൈറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെയധികം ചെറിയൊരു റിംഗ് ലൈറ്റാണ്. അതായത് ഇത് ഇവിടെ ആയിട്ട് നമുക്കൊരു ഒസാക്കയുടെ ബ്രാൻഡിങ്ങും ബാക്കി ഇവിടെ ബട്ടൺസൊക്കെയാണ് ഇത് ഓണാക്കാനും ഓഫാക്കാനും ഉള്ള. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലത്തെ ആ മൗണ്ട് ഇവിടെയാണ് നിങ്ങൾ വെക്കേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് വെച്ചിട്ട് ഇവിടെ DSLR വയ്ക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ഇവിടെ നടുക്ക് വെച്ചിട്ട് നമുക്ക് ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഇതിൽ വരുന്നത്. നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. ഞാൻ ഇവിടെ പവർ ബാങ്കിലാണ് കൊടുക്കുന്നത്. ഈ ഒരു ബട്ടൺ ഞെക്കുമ്പോഴത്തേക്കും ഇവിടെ ഓണായി. ഇവിടെ കാണിച്ചു തരാം. ഈ ഒരു ബട്ടൺ ഞെക്കുമ്പോൾ ഇപ്പം നമ്മുടെ ഈ ഒരു പവർ ബാങ്കിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു പവർ ബാങ്ക് വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഇവിടെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്. ഇപ്പോൾ ബ്രൈറ്റ്നസ് കുറഞ്ഞു. പിന്നെ ഇവിടെ ഇത് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാനുള്ളതാണെന്ന് തോന്നുന്നു ഈ ഒരു ബട്ടൺ. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാനുള്ളതാണ്. കണ്ടോ, ഇത്രയാണ് അതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് വരുന്നത്. നല്ല ബ്രൈറ്റ് ഉണ്ട്. അതുകൊണ്ടിപ്പോൾ ക്യാമറയിൽ കാണാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് നമുക്കിപ്പോൾ എന്താ നിങ്ങൾ ഈ കാണുന്ന വിഷ്വൽസ് എന്ന് പറയുന്ന ഈ ഒരു ലൈറ്റിലെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബ്രൈറ്റ്നസ് കൂടിപ്പോയെങ്കിൽ കുറയ്ക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ഒരു ഫുഡ് ബ്ലോഗർ അങ്ങനെയൊക്കെയാണ്. നല്ല വെട്ടമുണ്ട്. ഇപ്പം ഞാൻ വേറൊരു വെട്ടവും യൂസ് ചെയ്യുന്നില്ല. ഞാൻ ഈ ഒരു റിംഗ് ലൈറ്റിൻ്റെ വെട്ടമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. നല്ല രീതിയിലുള്ള വെട്ടമുണ്ട്. നമുക്കൊരു ചൂട് വരുന്നില്ല ഇവിടെ. പിന്നെ ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും നമുക്ക് ഇതിലിങ്ങനെ വെച്ച് കാണിക്കാം. ഇപ്പോൾ കുക്കിംഗ് വീഡിയോ ആയിരുന്നാലും വ്ളോഗായിരുന്നാലും ചെറിയ രീതിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഇത് നല്ലൊരു റിംഗ് ലൈറ്റ് തന്നെയാണ്. ഈ റിംഗ് ലൈറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ റിംഗ് ലൈറ്റ്. ഇനി നമുക്കിത് ട്രൈപോഡിൽ സ്റ്റാൻഡിലൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. സ്റ്റാൻഡിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഈ ഒരു മൗണ്ടാണ് നമുക്ക് സ്റ്റാൻഡിലോട്ട് ഫിറ്റ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റാവും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 1600 രൂപയാണ്. 1600 രൂപയാണ് വിത്ത് ഈ സ്റ്റാൻഡാണ്. ഈ ഒരു സ്റ്റാൻഡ് ഞാൻ ഇതിന് മുമ്പേ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് അവരുടെ തന്നെയാണ്, ഒസാക്കയുടെ തന്നെയാണ്, സോണിയ. അപ്പം ഈ ഒരു സ്റ്റാൻഡും പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പ്രീമിയം ഇതുള്ള സ്റ്റാൻഡാണ്. ഇത് ഏകദേശം 600 രൂപയോളം വരും. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്താണ് നമുക്ക് 1600 രൂപയ്ക്ക് കിട്ടുന്നത്. ഈ ഒരു സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റ് വരുന്ന ഒരു സ്റ്റാൻഡാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡിലൂടെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പം ഇങ്ങനെയാണ് നമ്മുടെ റിംഗ് ലൈറ്റ് ഇരിക്കുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ മുകളിലോട്ട് ഏത് ഡിറക്ഷനിലോട്ട് വേണമെങ്കിൽ നമുക്ക് ആക്കാൻ പറ്റും. ഇവിടെ നമുക്ക് മൊബൈൽ വയ്ക്കാൻ പറ്റും. നമുക്ക് ഈ ഒരു സംഭവം കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു മൗണ്ട് ഇവിടെ വെച്ചതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് ടൈറ്റായി കൊടുക്കുക. അപ്പോഴത്തേക്ക് ഇത് ടൈറ്റ് ആവും ഇവിടെ. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ഹോൾഡർ ഇതിൻ്റെ മേളിൽ വെച്ചിട്ട് ടൈറ്റായി കൊടുക്കുക. അപ്പോൾ ഇതെങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് മൂവ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. കേട്ടോ, നമുക്ക് കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് നമുക്ക് ഫോൺ ജസ്റ്റ് ഒന്ന് ഇതിൽ നമുക്ക് ഫോൺ വയ്ക്കാൻ പറ്റും. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. കണ്ടോ, ഇത്ര അടുത്തായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ഇങ്ങനെയാണ് അതിൻ്റെ ഓവറോൾ ലുക്കും ബാക്കി കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇത്രയാണ് സെറ്റപ്പ്. അപ്പം നിങ്ങൾ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചെടുക്കാൻ പറ്റും. ഫോണിലാണ് എടുക്കുന്നത്, ഇങ്ങനെ വെച്ചെടുക്കാൻ പറ്റും.
ക്യാമറ ആണെങ്കിലും ഇവിടെ സപ്പോർട്ടാവും. അപ്പോൾ ഇപ്പോൾ ലൈറ്റ് എല്ലാം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലൈറ്റ് മാത്രം ഓണാക്കി നോക്കാം. ഇതാണ് ഈ ഒരു ലൈറ്റിൽ നിന്ന് വരുന്നത്. ഇത് നമുക്ക് ഇവിടെ ടെമ്പറേച്ചറും ബാക്കി കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇങ്ങോട്ട് നോക്കിക്കോ. ബ്രൈറ്റ്നസ് ഇപ്പോൾ കുറഞ്ഞു. ഓക്കെ, ഇപ്പോൾ ബ്രൈറ്റ്നസ് നല്ല കുറഞ്ഞു. ഇനി നമുക്ക് കൂട്ടാൻ പറ്റും. ഞാൻ അങ്ങോട്ട് വെച്ച് കാണിച്ചു തരാം. ഇപ്പോൾ അതാ ബ്രൈറ്റ്നസ് നല്ല രീതിയിൽ കുറഞ്ഞു. ഇനി നമുക്കിത് കൂട്ടാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നല്ല ഫുള്ളാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കളർ ടെമ്പറേച്ചർ മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മുടെ പവർ ബാങ്കിൽ ചാർജ് കുറവായതുകൊണ്ടാണ് ഇങ്ങനെ കത്തുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ ഇപ്പോൾ എന്താ ഒരു ഓറഞ്ച് കളറാണ്, ഒരു ബ്ലൂ കളറാണ്, ഇത് വീണ്ടും യെല്ലോ പോലത്തെ ഒരു കളറാണ്. ഇത് നമ്മുടെ വൈറ്റാണ്, നല്ല പ്യുവർ വൈറ്റാണിത്. അപ്പോൾ അതൊക്കെ ഏകദേശം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു ഏതെടുത്ത് മാറ്റിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ മുഖത്തിൻ്റെ ഡിഫറൻസ് നിങ്ങളൊന്ന് നോക്കിക്കോ. ഉണ്ടോ? ഇപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഡിമ്മാണ്, നമുക്ക് കൂട്ടാൻ പറ്റും. കണ്ടോ? ഇപ്പോൾ നല്ല രീതിയിലുള്ള ഒരു വെട്ടം. അപ്പോൾ ക്യാമറ ഇപ്പോൾ ഇത്രയും ദൂരത്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് ഈ ഒരു റിങ് കാണുന്നത്. നിങ്ങൾ ക്യാമറ ഇവിടെയാണ് വയ്ക്കുന്നതുണ്ടെങ്കിൽ ഈ ഒരു റിങ് കാണത്തില്ല. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് വലിയൊരു വൃത്തിയേട് വരത്തില്ല. അപ്പോൾ ഞാൻ ഇത്രയും ഡിസ്റ്റൻസിൽ വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിലുള്ള വെട്ടമുണ്ട്. ബ്യൂട്ടി ഇപ്പം നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറവാണ്. അതായത് ഏകദേശം ഒരു റിംഗ് ലൈറ്റ് നിങ്ങൾ അത്യാവശ്യം ഒരു വലിയ റിംഗ് ലൈറ്റൊക്കെ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം 3000-4000 രൂപ കൊടുക്കണം. അപ്പോൾ ഈ ഒരു റിംഗ് ലൈറ്റ് നമുക്ക് 1600 രൂപയ്ക്ക് തന്നെ ഈ ഒരു സ്റ്റാൻഡ് വിത്ത് സ്റ്റാൻഡാണ് കിട്ടുന്നത്. സ്റ്റാൻഡ് നിങ്ങൾ സെപ്പറേറ്റ് പോയി വാങ്ങേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല പൊങ്ങുന്ന ഒരു സ്റ്റാൻഡാണ്. സ്റ്റാൻഡിൻ്റെ അൺബോക്സ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതായത് ഇതുപോലുള്ള രീതിയിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ലൈറ്റ് യൂസ് ചെയ്യും പോലെയല്ല നമ്മൾ റിംഗ് ലൈറ്റ് യൂസ് ചെയ്യുന്നത്. റിംഗ് ലൈറ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്തിന് ചുറ്റും ഒരു ഷാഡോ വരത്തില്ല. ബാക്കിയുള്ള ലൈറ്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഷാഡോ വരും. അതാണ് മെയിൻ പ്രശ്നം ബാക്കിയുള്ള ലൈറ്റും റിംഗ് ലൈറ്റും ആയിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റിൽ ചൂസ് ചെയ്യാവുന്ന ഒരു റിംഗ് ലൈറ്റാണ്. നിങ്ങൾക്ക് ഒരു 1600 രൂപയൊക്കെ മുടക്കം ഉണ്ടെങ്കിൽ ഒരു പവർ ബാങ്കിലുമായിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കിത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ഫുഡ് ബ്ലോഗ് ചെയ്യുന്നവരാണ് അടുക്കളയിൽ കൊണ്ടുപോകാം, റൂമിൽ കൊണ്ടുപോകാം, വെളിയിൽ പുറത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ വലിയ റിംഗ് ലൈറ്റുകളിലൊന്നും അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല. നമുക്ക് ഡയറക്റ്റ് കറണ്ടിൽ കുത്തണം. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ. പിന്നെ നമുക്ക് ഇവിടെ DSLR-ഉം വയ്ക്കാം, ഫോണും വയ്ക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു റിംഗ് ലൈറ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം വളരെയധികം എനിക്കിതിൽ തോന്നിയ ഒരു ഗുണമെന്ന് പറയുമ്പോഴത്തേക്കും വളരെയധികം വെയ്റ്റ്ലെസ്സും പിന്നെ നമ്മുടെ പവർ ബാങ്കിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് നമുക്ക് എവിടെ വേണോ കൊണ്ടുപോകാൻ പറ്റും. ഏകദേശം ഇത്രയേ ഉള്ളൂ. അത്രയ്ക്ക് നല്ല വെയിറ്റ് ഇല്ലാത്തൊരു സാധനമാണ്. അത് എനിക്ക് നല്ലൊരു ഗുണമായിട്ട് തോന്നി ഇതിൻ്റെ. അപ്പം ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പം ഇത് കൂടുതൽ യൂസ് വരുന്ന ആളുകൾക്ക് ഞാൻ പറഞ്ഞുതരാം. ബിഗിനറായിട്ട് യൂട്യൂബിൽ വരുന്ന ആളുകൾക്ക്, അതായത് അധികം ബഡ്ജറ്റൊന്നും മുടക്കമില്ല, പക്ഷേ എനിക്ക് ഒരു നല്ലൊരു ലൈറ്റ് വേണമെന്നുള്ള ആളുകൾക്ക് ഇത് നല്ലൊരു ലൈറ്റാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാവുന്ന ഒരു ലൈറ്റാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലിൽ നിന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കിടന്ന ബെല്ലൈക്കോടെ ക്ലിക്ക് ചെയ്താലേ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇതിലും കിടിലും അടിപൊളിയായിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.